ലാലേട്ടൻ ആരാധകർ ഇപ്പോൾ ഏറെ സന്തോഷത്തിലാണ്. തുടർ പരാജയങ്ങളുടെ പട്ടിക പൂർത്തിയാക്കി മോഹൻലാൽ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കിങ് താൻ തന്നെയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. ഡിസംബർ 21-ന് ക്രിസ്മസ് റിലീസായി എത്തിയ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ നേരെന്ന ചിത്രം പുതുവർഷവും പിന്നിട്ട് ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ്. സമീപകാലത്ത് തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ മോഹൻലാലിന് ഗംഭീര തിരിച്ചുവരവാണ് നേര് സമ്മാനിച്ചിരിക്കുന്നത്. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നാൽ ബോക്സ് ഓഫീസിന് തീ പിടിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അക്ഷരാർത്ഥത്തിൽ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റിലീസിന് 200 സ്ക്രീനുകൾ മാത്രമുണ്ടായിരുന്ന ചിത്രം ഇപ്പോൾ 350 സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. വിദേശത്തടക്കം സിനിമയ്ക്ക് അധികം സ്ക്രീനുകൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡിന്റെ റെക്കോർഡ് ദിവസങ്ങൾക്ക് മുൻപാണ് നേര് തകർത്തത്. ഇപ്പോഴിതാ മറ്റൊരു മമ്മൂട്ടി ചിത്രം കൂടി നേരിന്റെ ചൂടറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകൾ അനുസരിച്ച് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേര് 80 കോടി രൂപയുടെ കളക്ഷൻ നേടിയിരുന്നു. ഇപ്പോഴിതാ കേരള ബോക്സ് ഓഫീസിലെ എക്കാലത്തെയും പണവാരിപ്പടങ്ങളിൽ 5ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് നേര്. മമ്മൂട്ടി അമൽ നീരദ് കൂട്ടുകെട്ടിലിറങ്ങിയ ഭീഷ്മപർവത്തെ പിന്നിലാക്കിയാണ് നേരിന്റെ നിലവിലെ കുതിപ്പ്. ഇതോടെ കേരള ബോക്സ് ഓഫീസിലെ എക്കാലത്തെയും മികച്ച പണംവാരിപ്പടങ്ങളിലെ ആദ്യ 5-ൽ 3 മോഹൻലാലിന്റെ പേരിലായി. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ 2018 മലയാള സിനിമയിലെ പണംവാരിപ്പടങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത്. 2, 3 സ്ഥാനങ്ങളിൽ മോഹൻലാൽ ചിത്രങ്ങളാണ്. 2ാം സ്ഥാനത്ത് പുലിമുരുകനും 3ാം സ്ഥാനത്ത് ലൂസിഫറുമാണ്. 4ാം സ്ഥാനത്ത് RDX ആണ്. 5ാം സ്ഥാനത്താണ് നിലവിൽ നേരുള്ളത്. നിലവിലെ കുതിപ്പ് തുടർന്നാൽ ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിലെത്തുന്ന 3ാമത്തെ മോഹൻലാൽ ചിത്രമായി നേര് മാറാൻ അധിക സമയം വേണ്ടിവരില്ല എന്നാണ് സിനിമാ നിരീക്ഷകരുടെ അഭിപ്രായം. സ്ക്രീൻ കൗണ്ടിൽ ഒരു കുറവും സംഭവിക്കാതെയാണ് 3ാം വാരം സിനിമയുടെ കളക്ഷൻ 80 കോടി പിന്നിട്ടത്. ജയറാം നായകവേഷത്തിലും മമ്മൂട്ടി ഗസ്റ്റ് റോളിലുമെത്തുന്ന ഓസ്ലർ റിലീസായിട്ടും നേരിന്റെ പകിട്ടിന് മങ്ങലേറ്റിട്ടില്ല. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ അഭിഭാഷക വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു നേര്. ചിത്രത്തിലെ ലാലേട്ടന്റെ പ്രകടനം മലയാളി കുടുംബ സദസ്സുകളെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ ആദ്യമായി 50 കോടി ക്ലബ്ബ് കടന്ന ദൃശ്യം എത്തിയതും മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലായിരുന്നു. ദൃശ്യം 2, 12th മാൻ എന്നിവയാണ് ഈ കൂട്ടുകെട്ടിലിറങ്ങിയ മറ്റു ചിത്രങ്ങൾ. റാം എന്ന മറ്റൊരു ചിത്രം ഷൂട്ടിംഗ് പൂർത്തിയാകാനുമുണ്ട്.